ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് 2ലേക്ക് കിടക്കാം. മോർണിംഗ് ക്ലാസ്സും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു മനസ്സൊക്കെ ഒന്ന് ഒരു സമാധാനത്തിലായില്ലേ. മെഡിറ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് കുറേ പ്രതീക്ഷകളും കുറേ സ്വപ്നങ്ങളും ഒന്ന് പൂവണിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു സമാധാനം, എന്താ ഒരു മനസ്സിനൊരു പഞ്ഞി പോലെ ഒരു മൃദുലമാകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയായിരിക്കും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ അന്നത്തെ ഡേ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പവർഫുൾ ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ഡേ ആയിരിക്കും മെഡിറ്റേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത്. മെഡിറ്റേഷൻ്റെ പവർ എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. അതിൻ്റെ യൂസ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങണമെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീലിംഗ് നന്നായിട്ട് ശരീരത്തിലും അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ നമ്മളുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത് നമ്മളെ ഡീലിങ്സിൽ, നമ്മളെ സംസാരങ്ങളിൽ, നമ്മളെ ഇടപെടലുകളിലൊക്കെ അവർക്ക് ഫീൽ ചെയ്യും നമുക്ക് വന്ന മാറ്റം. അപ്പോൾ കുറച്ച് കഴിയുമ്പം അത് കൂടുതലാകുമ്പോൾ അവർ നമ്മളോട് അത് പറയാനും പ്രകടിപ്പിക്കാനും തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2ൽ എന്താണ് നമ്മളെ ഫോർഗിവ്നെസ് പാർട്ട് 2. നമ്മൾ ഇന്നലെ നിങ്ങൾ ഒരു ഇമോഷൻ എടുത്ത്, ഒരു ഇമോഷനല്ല, നമ്മൾ ലൈഫ് ജേർണി ബാക്കോട്ടൊന്ന് പോയി, എന്നിട്ട് നമ്മൾ അതിൽ വന്ന ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഓരോന്ന് എഴുതി വെച്ച് പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെച്ച് നമ്മൾ അതിനെ കത്തിച്ചേർന്നു. അപ്പം ഇന്ന് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഹീലിംഗ് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഹീലിംഗ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വാക്കുകൾ, നോവുകൾ, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒരു എഴുത്തിലൂടെ കത്തിച്ച് കളഞ്ഞതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഫുൾ മാഞ്ഞു പോയിട്ടില്ല. പക്ഷെ എന്നാലും ഇടക്കിടക്കിടക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തും. നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, നീ എന്നെ അങ്ങനെ ചെയ്തില്ല അല്ലേ, അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ ഒരു കുത്തൽ വരും. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന കാരണങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണമായിട്ട് മാറുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുകയും അതിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ ഇതിനെ കൊളത്ത് വലിക്കും, ഒരു ഹുക്കിട്ട് ഇങ്ങോട്ട് വലിക്കും. ആ ഹുക്കിട്ട് വലിക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിയുമ്പോൾ നമ്മളിങ്ങോട്ട് പിടിച്ച് തകർത്തും. അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഹീൽ ചെയ്ത് ആ ഹുക്കിനെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആവണം, മൈൻഡിൽ ഫ്രീ ആവണം. എങ്കിൽ മാത്രമാണ് പുതിയത് കൊടുക്കുമ്പോൾ പുതിയ ആഗ്രഹങ്ങളും പുതിയ ചിന്താഗതികളും പുതിയ അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഹുക്കുകളൊക്കെ പൊട്ടിച്ച് കളയുമ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജെറ്റും ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ കുതിച്ചു പോകുന്ന, എത്ര ഹൈ പ്രഷർ വേരിയേഷനുള്ള ലോ പ്രഷറിന് ഹൈ പ്രഷറിലേക്കോ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കോ ഒക്കെ മാറുന്ന ചേഞ്ച് ചെയ്താലും അത് നല്ല ഫോഴ്സിൽ തന്നെ അതിന് ആ വേണ്ട രീതിയിൽ ആ വേഗതയിൽ അവിടെ പോയി ഹിറ്റ് ചെയ്യുന്ന ഇത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ശൂന്യതയിലെത്തുമ്പം പിന്നെ ആ ഒരു ലയനത്തിൽ ഇങ്ങനെ പോകും. പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോഴും മുകളിലോട്ട് കയറുന്നത് പോലെ തന്നെ അവർ അതിൻ്റെതായ പ്രഷറൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്യുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ചുമരയിൽ ഇങ്ങനെ തുളയ്ക്കുന്ന സമയത്ത് അത് ഡ്രിൽ ചെയ്ത് ഇങ്ങനെ കേൾക്കും. കോൺക്രീറ്റിലാണെങ്കിൽ നല്ല ശക്തിയായിട്ട് കുറേ നേരം ഡ്രിൽ ചെയ്ത് പിന്നെ അങ്ങ് കയറും. പിന്നെ ഒരു ബ്രിക്ക് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ചില സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ അടച്ചിട്ടാണെങ്കിൽ കുറേ സമയം ഡ്രിൽ ചെയ്ത് അതിനെ നമ്മൾ പൊട്ടിക്കണം. അതേസമയം ഒരു ലാട്രൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഡ്രിൽ ചെയ്താൽ മതി അല്ലേ. ലാട്രൈറ്റിന് നമുക്ക് എങ്ങനെയാണ് കുറച്ച് സമയം അതിങ്ങനെ ഡ്രിൽ ചെയ്താൽ തന്നെ പിന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ചില സംഭവങ്ങൾ അങ്ങനെ ആയിരിക്കും. ചിലത് ഡ്രില്ല് ചെയ്യാൻ ആ ഡ്രില്ലർ അങ്ങോട്ട് വെക്കുമ്പോഴത്തേനും തന്നെ പോകുന്നുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കേസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് എന്താണോ, നിങ്ങളെ പ്രോബ്ലംസ് എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് അതിനെ എങ്ങനെ ഡ്രിൽ ചെയ്യണം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രോബ്ലംസ് ചിലപ്പം ചെറിയതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. ചെറിയ ഒരു സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിലും പക്ഷേ അതിങ്ങോട്ട് പോരുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ കാലിൻ്റെ ഉള്ളിലൊക്കെ ഒരു മുള്ള് തറച്ചാൽ അതിങ്ങനെ എത്ര തോണ്ടിയാലും ഇങ്ങനെ പോരൂല. ചിലപ്പോൾ അതിന് ഭയങ്കരമായിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറി ഹോസ്പിറ്റലിൽ പോയിട്ട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കീറിയൊക്കെ എടുക്കേണ്ടി വരും. ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെറുത് നമ്മളെ ശരീരത്തിൽ കിടക്കുമ്പോൾ അത് ആ ചുറ്റുപാടുകളെ മാറ്റുന്നത് ഭയങ്കരമാണ്.
ഏതൊരു സാധനവും ചെറുതാണെങ്കിലും ഒരു മുള്ളിൻ്റെ അത്ര ചെറിയ വലുപ്പമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു പൊടിയാണെങ്കിലും അത് വേണ്ടാത്ത ഒരു പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തരണം ചെയ്യാത്ത അല്ലെങ്കിൽ അതിൻ്റെ സന്തുലിതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചെറിയൊരു മൈക്രോ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ പോലും അത് അവിടെ ഉണ്ടെങ്കിൽ പഴുപ്പ് വരും, വീർണിക്കും, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നൽകും നമ്മളെ ശരീരത്തിന്. ഇനി ബ്ലഡിലൊക്കെ കയറിപ്പോയാലോ ഇൻഫെക്ഷൻ വന്ന് ഭയങ്കരമായിട്ട് മരണത്തിന് വരെ കാരണമായി പോകും. ചെറിയ പാർട്ടിക്കിൾസ്, ചെറിയ വൈറസ് വന്നാൽ അത്തരം വൈറസുകളും ചെറിയ ചെറിയ പൊടികളും വലിയ കല്ലും ഒക്കെയാണ് നമ്മളെ ശരീരത്തിന്, നമ്മളെ മനസ്സിനുള്ളിൽ കയറി പറ്റിയിട്ടുള്ളത്. ഇത്തരം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും തുടച്ച് നീക്കുക. ഒരു സർജറി വെച്ചിട്ട് തുടച്ച് നീക്കുക. ചിലപ്പോൾ വലിയ സർജറി വേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് തോണ്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലേ. ചെറിയ തെറാപ്പിയിലൂടെ വലിയ തെറാപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മാറ്റി വലുത് മാറ്റാൻ ലാസ്റ്റ് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ ചെറിയ കാര്യങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അത് നമ്മളെ ജീവിതത്തിൻ്റെ നമ്മളെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനും സന്തോഷവും സമാധാനവും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ഒരു അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ ഈ ഒരു ഫോർഗീവ്നെസ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെറുതെ കുറേ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ഷമയോടുകൂടി കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു പേപ്പർ എടുക്കുന്നു, പെൻ എടുക്കുന്നു. നമുക്ക് ഇന്നും നമ്മളെ ഫോർഗീവ്നെസ് ജേർണൽ എഴുതണം. കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മൈന്യൂട്ട് പോയിന്റ് വരെ നിങ്ങൾ അതിൽ എഴുതണം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് അങ്ങനെ പറഞ്ഞില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല, അത് അന്ന് ചെയ്തതുകൊണ്ടല്ല, ഇതിങ്ങനെ ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കരച്ചിൽ വരും, നിങ്ങൾ കരയണം. നിങ്ങൾക്ക് ഇടിക്കാൻ തോന്നും, നിങ്ങൾ തലയണയിൽ ഇടിക്കണം. ആളെ പോയി ഇടിക്കേണ്ട, തലയണയിൽ ഇടിക്കണം. നിങ്ങൾക്ക് ചവിട്ടി തൊഴിക്കാൻ തോന്നും, ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റ് എടുത്ത് മൈബോസ് ഫിലിമിലുള്ളതുപോലെ ബക്കറ്റ് എടുത്ത് ചവിട്ടണം. അല്ലെങ്കിൽ കട്ടിലയിൽ എവിടെയെങ്കിലും ഇടിച്ച് ചാദിച്ച് നിങ്ങളെ ഇമോഷൻസിനെ നിങ്ങൾ കളയണം. നിങ്ങൾ ഉള്ളിൽ കെട്ടിപ്പിടിച്ച് മുറുക്കി കിടക്കുന്ന ഇമോഷൻസിനെ നിങ്ങൾ കളയണം. നിങ്ങൾക്ക് എന്താണ് ഇടിച്ച് കുത്താനാണ് തോന്നുന്നെങ്കിൽ ഒരു കത്തി എടുത്ത് നിങ്ങൾ വേണേൽ ഒരു തലയണയിൽ കുത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഇമോഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇമോഷൻസ് വന്നാൽ കാമായിട്ടിരിക്കുക. നിങ്ങളൊരു ഹോപ്പനൊപ്പനോ ചെയ്തിട്ട് വേണം ഇരിക്കാൻ. പറ്റുകയാണെങ്കിൽ ഒപ്പനൊപ്പനോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ഒരു എക്സസൈസ് ചെയ്യുക, ബ്രീത്ത് ഇൻ എക്സസൈസ് ചെയ്യുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളെ ജീവിതത്തിൽ ഇന്ന് മുതൽ ബാക്കോട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇന്ന് മുതൽ ബാക്കോട്ട് പോകുമ്പോൾ നിങ്ങളെ വോമ്പിൽ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഓർമ്മയിലുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ ബാക്കോട്ട് പോയിട്ട് എല്ലാ ചെറിയ കാര്യങ്ങളും കുറച്ചൊരു 8 വയസ്സൊക്കെ വരെയുള്ളത് എഴുതിയിട്ടേക്കും ചിലപ്പോൾ 12 വയസ്സത്തെ ഓർമ്മ വന്നു. എഗെയിൻ 12 വയസ്സത്തെ വേണമെങ്കിൽ പിന്നെ എഴുതാം. ഓർമ്മ വരും. നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഓർമ്മയുള്ളത് അതെല്ലാം എഴുതുക. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എഴുതി അങ്ങ് പോവുക. തിരിച്ച് വായിക്കാൻ അത് പാടില്ല. 2 റൂളുണ്ട്. തിരിച്ച് വായിക്കരുത്, ഒരിക്കലും അത് തിരിച്ച് വായിക്കരുത്. പിന്നെ നിങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് ഹാൻഡ് റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങൾ കരയാണെങ്കിൽ കരഞ്ഞോ അല്ലെങ്കിൽ പൂട്ടി വെച്ച് നിർത്തി വെച്ചൊന്നും പോവണ്ട. അത് എഴുതുക മാക്സിമം. അത് എവിടെയും സൂക്ഷിച്ചും വെക്കരുത്. 2 റൂള് ഞാൻ പറഞ്ഞു, സൂക്ഷിച്ചും വെക്കരുത്. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ തിരിച്ചു വായിച്ചു നോക്കരുത്. ഈ 2 റൂള് മറക്കണ്ട. നിങ്ങൾക്ക് വരുന്ന എല്ലാ ഇമോഷൻസും നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വരുന്ന എല്ലാ തോട്ടുകളെയും നിങ്ങൾ എഴുതുക. എല്ലാം എഴുതി ബാക്കോട്ടുള്ള മൊത്തം A to Z. നീ അന്ന് ബസ് സ്റ്റോപ്പിൽ വരാൻ പറഞ്ഞു, ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഞാൻ വന്നു, നീ എന്നോട് മിണ്ടിയില്ല എന്നുള്ള കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എഴുതാം. ആ ഒരു പൂർണ്ണതയിൽ വരെ നിങ്ങൾ എഴുതണം. പൂർണ്ണതയിൽ വരെ കൃത്യമായിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം അത് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്നലത്തെ പോലെ അതെടുത്ത് വെക്കുക, കത്തിച്ച് കളയുക. എന്നിട്ട് നിങ്ങൾ ഹോപ്പനൊപ്പനോ കേൾക്കുക. അതെടുത്ത് വെച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഒന്ന് മുഖം പോയി കഴുകുക. അത് കത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഒന്ന് മുഖം കഴുകുക. പറ്റുന്നവർ കൈ കഴുകുക. കൈയും കാലും മുഖവും കഴുകുക. എത്രയും പെട്ടെന്ന് അത് കത്തിച്ച് കളയുക. തിരിച്ച് വായിച്ച് നോക്കരുത്, എന്താണ് നോക്കരുത്, സൂക്ഷിച്ച് വെക്കരുത്. പെട്ടെന്ന് പോയിട്ട് കത്തിച്ച് കളയുക. എല്ലാ കാര്യങ്ങളും A to Z നിങ്ങളെ ലൈഫ് ജേർണി ബാക്കൗട്ട് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എന്നിട്ട് പോയി കത്തിച്ച് കളയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
ഹോപ്പനൊപ്പനോ കേൾക്കണം. മസ്റ്റായിട്ട് ലിസൺ ചെയ്യുക, ഹോപ്പനൊപ്പനോ ലിസൺ ചെയ്യുക. ഇത് നിങ്ങൾ 108 റെപ്പറ്റീഷൻ ആ ഹോപ്പനൊപ്പനോ കേൾക്കുക. ഒരു അരമണിക്കൂറൊക്കെ എടുക്കുള്ളൂ. ചിലപ്പോൾ 10-200 പേജ് എടുത്താലും നിങ്ങൾ എഴുതി തീർക്കൽ നിർബന്ധമാണ്. ഈ സ്റ്റെപ്പ് കഴിക്കാതെ അടുത്ത സ്റ്റെപ്പ് ഇന്ന് പകുതി എഴുതാൻ പറ്റിയെങ്കിൽ സാരമില്ല, ബാക്കി നാളെ എഴുതിക്കോ. അത് വായിച്ച് നോക്കരുത്. ഇന്ന് പകുതി എഴുതുകയാണെങ്കിൽ ബാക്കി ആരും വായിക്കാനും കാരണമാവരുത്. പറ്റുകയാണെങ്കിൽ എഴുതി തീർത്ത് കത്തിച്ച് കളയുക. നാളെ വീണ്ടും എഴുതുക. അതിൻ്റെ ബാക്കി എഴുതിയാലും മതി. നിങ്ങൾ എടുത്ത് വെക്കാതിരിക്കുക കേട്ടോ, സൂക്ഷിച്ച് വെക്കാതിരിക്കുക. കത്തിച്ച് കളഞ്ഞിട്ട് ബാക്കി എഴുതുക. അങ്ങനെ എഴുതി കംപ്ലീറ്റ് നിങ്ങളെ ലൈഫ് ജേണി നിങ്ങൾ കംപ്ലീറ്റ് എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ കത്തിച്ച് കളയുക. എന്നിട്ട് ഹോപ്പനൊപ്പനോ കേൾക്കുക. എഗെയിൻ 3 പ്രാവശ്യം ഈ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ 1 2 3 4 5 6 പറഞ്ഞിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതി കത്തിക്കുക. മനസ്സിലായോ? ഇത് പാർട്ട് 2 രണ്ടാമത്തതാണ്. ഈ പാർട്ട് 1 പാർട്ട് 2 ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മൂന്നാമത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് രണ്ടും ചെയ്യണം. ഇനി പകുതിയായ നാളെ ചെയ്താലും മതി. നിർബന്ധമായിട്ടും ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് ഈ പ്രോസസ്സ് ബാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിർബന്ധമാണ്, മിസ്സാക്കാതെ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ആരാ വന്ന് പറയുന്നത്, ഇത് എവിടുന്ന് ഇപ്പോൾ പൊട്ടി പുറപ്പെട്ടെന്നൊക്കെ ചോദിക്കും. എൻ്റെ പേര് ഷംന സോഫിയ, ഞാൻ മൈൻഡ് ട്രെയിനർ, ലൈഫ് കോച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബിലൂടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്ന് രാവിലെ മോർണിംഗ് മെഡിറ്റേഷനും ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങളെ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ധാരാളം ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും. മാറാൻ നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ്, നിങ്ങൾ ഫസ്റ്റ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രാക്ടീസും 1ഉം 2ഉം ചെയ്യൽ നിർബന്ധമാണ്. കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.